സ്വാദേറിയ മുരിങ്ങയിലത്തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഹെൽത്തി റെസിപ്പിയോ. അതിനുവേണ്ടി ആദ്യം മുരിങ്ങയില നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ ഇലകളൊക്കെ ഇതേപോലെ പിക്ക് ചെയ്ത് മാറ്റി വെക്കുക. തണ്ടില്ല, വലിയ തണ്ടൊന്നും എടുക്കണ്ട കേട്ടോ. ഇലകൾ മാത്രം പിക്ക് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. ചെറിയ കിളുന്ന തണ്ടുകളില്ലേ, ഇലയോട് കൂടി ചേർന്നിരിക്കുന്ന, അത് കുഴപ്പമില്ല കേട്ടോ. വലിയ തണ്ടൊന്നും എടുക്കാതിരുന്നാൽ മതി. കണ്ടോ, ഇപ്പം ഇലയെല്ലാം ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചു. കണ്ടോ, കുഞ്ഞു തണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കാം. അരിയുമ്പോൾ ചില ഇലകളൊക്കെ വലുതായിട്ട് തന്നെ കിടക്കും. ദാറ്റ്സ് ഓക്കെ. പിക്ക് ചെയ്തിട്ട് നോക്കിയപ്പോൾ ഒരു കപ്പും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി ഈ ഇലകളെല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ചൊന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പറ്റുന്ന പോലെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ചില ഇലകളൊക്കെ അതേപോലെ തന്നെ കിടക്കും. കണ്ടോ, ഇതേപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം. ഇനി നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ: ടർമറിക് പൗഡർ, ക്യുമിൻ സീഡ്, പിന്നെ ഒരു ചെറിയ ഒരു കഷ്ണം വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി, കറി ലീഫ്, തേങ്ങ ഒരു 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് തേങ്ങ അതിലേക്കിട്ട് അതൊന്ന് ചതച്ച് ശേഷം ഗ്രീൻ ചില്ലിയും കറി ലീഫൊക്കെ ഇട്ട് ചതച്ച് ഇതേപോലെ മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു കലത്തിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച മുരിങ്ങയിലയും അരച്ചു വെച്ച തേങ്ങയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം, 1 ടീസ്പൂണിൽ താഴെ മതി കേട്ടോ. മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആവി നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് കടുക് വറുക്കാൻ ഉഴുന്നും കടുകൊക്കെ വെളിച്ചെണ്ണ ചൂടാക്കി ഉഴുന്ന് വറുത്ത് കടുക് ഇട്ട് വറ്റൽമുളകും കറി ലീഫൊക്കെ ഇട്ട് വറുത്തതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ച മുരിങ്ങയിലയും ഇട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു മുരിങ്ങയിലത്തോരൻ റെഡി. ഡ്രം സ്റ്റിക്ക് ലീവ്സ് സ്റ്റിർ ഫ്രൈ ഊണിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.